പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSC മെഗാ വിജ്ഞാപനങ്ങൾ വരുന്നു. കേന്ദ്ര സർവീസിലെ പ്രധാന തസ്തികയിലേക്കുള്ള 2025 വിജ്ഞാപനങ്ങൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂണിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങും. കേന്ദ്ര സർവീസിലെ സെലക്ഷൻ പോസ്റ്റുകളിലേക്കും സ്റ്റെനോഗ്രാഫർ, ഹിന്ദി ട്രാൻസ്ലേറ്റർ തസ്തികകളിലേക്കുമുള്ള വിജ്ഞാപനങ്ങൾ ഈ ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കും. അടുത്തയാഴ്ച കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയുടെ വിജ്ഞാപനവും ജൂൺ 16 ഡൽഹി പോലീസിലെയും കേന്ദ്ര സായുധ പോലീസ് സേനകളിലെയും സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനവും പ്രസിദ്ധീകരിക്കും. ജൂൺ 23 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയ്ക്കും 26 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഓർ ഹവിൽദാർ പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനവും 30 ജൂനിയർ എഞ്ചിനീയർ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തസ്തികകളിലേക്കുമുള്ള വിജ്ഞാപനവും പുറത്തിറങ്ങുമെന്നാണ് SSC പരിഷ്കരിച്ച പരീക്ഷാ കലണ്ടറിലൂടെ അറിയിച്ചിട്ടുള്ളത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത് ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ, ഡ്രൈവർ, ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള 4 വിജ്ഞാപനങ്ങളും പുറത്തിറങ്ങും. സമ്പന്ന സമുദായങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പുറമെ വിധവകൾക്കും വിവാഹമോചിതർക്കും ഭൂരിഭാഗം തസ്തികകളിലും വയസ്സിളവുണ്ട്. ഈ തസ്തികകളിൽ 35 വയസ്സ് വരെ, SC/STക്ക് 40 വയസ്സ് വരെ ഇവർക്ക് അപേക്ഷിക്കാം. എല്ലാ പരീക്ഷകൾക്കും കേരളത്തിൽ സെന്ററുകളുണ്ടാവും. സെലക്ഷൻ പോസ്റ്റുകൾ. SSCയുടെ സെലക്ഷൻ തസ്തികയിലേക്കുള്ള വിജ്ഞാപനത്തിന് 10ാം ക്ലാസ്, +2, ബിരുദം, അതിനു മുകളിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനാവും. 18 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. ക്ലർക്ക്, ലാബ് അറ്റൻഡന്റ്, ജൂനിയർ എഞ്ചിനീയർ, ഡ്രൈവർ, സയന്റിഫിക് അസിസ്റ്റന്റ്, മെഡിക്കൽ അറ്റൻഡന്റ്, ടെക്നിക്കൽ ഓപ്പറേറ്റർ, ലൈബ്രറി അറ്റൻഡന്റ്, ഫാർമസിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, നഴ്സിംഗ് ഓഫീസർ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ്, സെക്യൂരിറ്റി തുടങ്ങിയവയാണ് വിജ്ഞാപനം വരുന്ന പ്രധാന തസ്തികകൾ. സ്റ്റെനോഗ്രാഫർ ഓർ ഹിന്ദി ട്രാൻസ്ലേറ്റർ. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C, ഗ്രേഡ് D എന്നീ തസ്തികകളിലേക്ക് 12ാം ക്ലാസ് വിജയം തത്തുല്യമാണ് യോഗ്യത. 18 മുതൽ 30 വയസ്സ് വരെയും 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ എന്നിങ്ങനെ 2 പ്രായപരിധിയുണ്ട്. ഹിന്ദി ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടെ ഡിഗ്രി ഓർ PG ആണ് യോഗ്യത. പരിഭാഷയിൽ ഡിപ്ലോമ കോഴ്സും പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. പ്രായം 18 മുതൽ 30 വരെ. ഇനി കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. കേന്ദ്ര സർവീസിലെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവിധ ഓഫീസുകളിലെയും സ്ഥാപനങ്ങളിലെ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C വിഭാഗങ്ങളിൽ പെടുന്ന തസ്തികകളിലായിരിക്കും നിയമനം. 44,900 രൂപ മുതൽ 92,300 രൂപ എന്നിങ്ങനെ വിവിധ തസ്തികകളിലുള്ള 30ലേറെ തസ്തികകൾ ഇതിൽ പെടും. വിവിധ വകുപ്പുകളിലെ അസിസ്റ്റന്റ് സെലക്ഷൻ ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ്, ഡിവിഷണൽ അക്കൗണ്ടന്റ്, ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, CBIയിലും പോസ്റ്റസ്, ഓഡിറ്റർ, അക്കൗണ്ടന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ് തുടങ്ങിയവയാണ് തസ്തികകൾ. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, 18 മുതൽ 32 വരെ, 18 മുതൽ 27 വരെ എന്നിങ്ങനെ ഓരോ തസ്തികകൾക്കും വെവ്വേറെ പ്രായപരിധിയാണ്. കഴിഞ്ഞ വർഷം 18,174 ഒഴിവുണ്ടായിരുന്നു. അടുത്തത് സബ് ഇൻസ്പെക്ടർ. ഡൽഹി പോലീസിലെയും കേന്ദ്ര സായുധ പോലീസ് സേനകളിലെയും സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ബിരുദമാണ് യോഗ്യത. അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും വ്യവസ്ഥകൾക്ക് വിധേയമായി അപേക്ഷിക്കാം. ഡൽഹി പോലീസിലേക്ക് അപേക്ഷിക്കുന്ന പുരുഷ ഉദ്യോഗാർത്ഥികൾ ശാരീരികക്ഷമതാ പരീക്ഷയ്ക്ക് മുമ്പായി LMV ലൈസൻസ് നേടണം. ഹയർ സെക്കൻഡറി ലെവൽ. +2 യോഗ്യതയുള്ളവർക്ക് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനാവും.
ഗ്രൂപ്പ് സി വിഭാഗത്തിലുള്ള LD ക്ലർക്ക് ഓർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലാണ് നിയമനം. LD ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 19,900 മുതൽ 63,200 രൂപയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് 25,500 മുതൽ 81,100 രൂപയുമാണ് ശമ്പളം. പ്രായം 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയും 2024 ഏപ്രിലിലെ വിജ്ഞാപനത്തിൽ 3,712 ഒഴിവുകളുണ്ടായിരുന്നു. ഇനി MTS 10ാം ക്ലാസ് ഓർ തത്തുല്യ യോഗ്യതയുള്ള വർക്ക് കേന്ദ്ര സർവീസ് നിയമനത്തിന് അവസരമൊരുക്കുന്നതാണ് വിവിധ വകുപ്പുകളിലെ മൾട്ടി ടാസ്കിംഗ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിലെ CBICയിലെ ഹവിൽദാർ തസ്തികകൾ. 18 മുതൽ 25 വയസ്സ് വരെ, 18 മുതൽ 27 വയസ്സ് എന്നിങ്ങനെ 2 പ്രായപരിധിയുണ്ട്. ഹവിൽദാർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ നിർദ്ദിഷ്ട ശാരീരിക യോഗ്യതയുണ്ട്. കഴിഞ്ഞ വർഷം 8,326 ഒഴിവാണ് വിജ്ഞാപന സമയത്ത് ഉണ്ടായിരുന്നത്. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ. കേന്ദ്ര സർവീസിലെ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എന്നിവയിലെ ജൂനിയർ എഞ്ചിനീയർമാരെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന പരീക്ഷയ്ക്ക് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം. കഴിഞ്ഞ വർഷം 968 ഒഴിവുകളുണ്ടായിരുന്നു. ശമ്പളം 35,400 മുതൽ 1,12,400 രൂപ വരെ. 30 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. അടുത്തത് കോൺസ്റ്റബിൾ GD. കേന്ദ്ര സായുധ പോലീസ് സേനകളിലേക്കുള്ള കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് 10ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. വനിതകൾക്കും നിശ്ചിത ക്വാട്ടയുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, സശസ്ത്ര സീമാബൽ SSB, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, അസം റൈഫിൾസ് AR, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് SSF എന്നിവയിലെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെയും ഒഴിവുകളിലേക്കാണ് SSC മുഖേന നിയമനം നടത്തുന്നത്. 18 മുതൽ 23 വയസ്സാണ് അപേക്ഷിക്കാനുള്ള പ്രായം. അപേക്ഷകർക്ക് നിശ്ചിത ശാരീരിക യോഗ്യത ഉണ്ടായിരിക്കണം. 2024 വിജ്ഞാപന സമയത്ത് 39,481 ഒഴിവുകളുണ്ടായിരുന്നു. അപ്പോൾ SSCയുടെ മെഗാ വിജ്ഞാപനമാണ് വരാൻ പോകുന്നത്. SSLC മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാ തസ്തികകളിലും ഈ വിജ്ഞാപനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് മിസ്സാക്കാതെ നിങ്ങൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വിജ്ഞാപനവുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.